ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഈ കെച്ചപ്പ് ഉണ്ടാക്കുന്നതാണ്. എങ്ങനെ നമുക്ക് വീട്ടിൽ കെച്ചപ്പ് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ കെച്ചപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്നലെ ഒരു KFC ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇട്ടിരുന്നു. അതിൽ നമ്മൾ മുക്കി കഴിക്കുന്ന ഒരു ഇതില്ലേ, അത് നമ്മൾ ഈ കൂൾബാറിന്ന് പഫ്സ് സാൻഡ്വിച്ച് കഴിക്കുമ്പോൾ ഒരു സോസ് കിട്ടുന്നുണ്ട്. അത് നമുക്ക് കടകളിൽ അല്ലാതെ വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഒരു 5 തക്കാളിയാണ് വേണ്ടത്. ഞാൻ 5 തക്കാളിയാണ് ഇവിടെ എടുത്ത്, ഒരു 4-3 മതി. ഇതിപ്പോൾ ചെറിയ 3 തക്കാളിയാണ്. പിന്നെ അതിലേക്കൊരു പട്ടയും അതുപോലെ തന്നെ 2 കറാമ്പൂ പറഞ്ഞാൽ കറുപ്പാണ്. പിന്നെ ഒരു പാത്രം എടുത്തതിന് ശേഷം ആ തക്കാളി നന്നായിട്ട് കഴുകിയെടുക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി കഴുകിയെടുത്ത തക്കാളി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് സ്റ്റവ് കത്തിച്ചതിന് ശേഷം ആ പാത്രം അവിടെ വെച്ചിട്ട് നമ്മൾ എടുത്ത തക്കാളി അതിലേക്ക് വെക്കുക. എന്നിട്ട് ആ തക്കാളി മൂടുന്ന വിധം വെള്ളം പാരുക. അതായത് ഫുള്ള് പാരണ്ട, ആ തക്കാളി ഏകദേശം ഒരു പകുതിയോളം മൂടുന്ന വിധം വെള്ളം പാരുക. ഏകദേശം ഇപ്പോൾ ഒരു പകുതിയോളം വെള്ളം എടുത്തിട്ടുണ്ട്. ഏകദേശം ഇത്ര മതി. എന്നിട്ടാണ് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ആ പട്ടയും 2 കറാമ്പൂവും അതിലേക്ക് ഇടുക. എന്നിട്ട് മൂടി വെച്ചതിന് ശേഷം നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഏകദേശം ഈ ഒരു പരുവത്തിലാക്കും. ആ പരുവത്തിലാകുമ്പോൾ ജസ്റ്റ് സ്വിമ്മാക്കുക. അപ്പോൾ ഈ തൊലിയൊക്കെ പോകുന്ന രീതിയിലാകും. എല്ലാം തൊലിയും ഒന്ന് വേറിട്ടിരിക്കും. എന്നിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് നമ്മൾ അവിടെ വെച്ചിട്ട് ചൂടാറാൻ വെക്കുക. നല്ല ചൂടായിരിക്കും. അപ്പം തന്നെ എടുത്ത് തൊട്ടാൽ കൈ പൊള്ളാൻ സാധ്യതയുണ്ട്. ചൂടാറിയതിന് ശേഷം ആ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒരു ജാറിലേക്ക് മാറ്റി വെക്കുക. മിക്സിയുടെ ജാറിലേക്ക് ഇടുക. ചൂടുണ്ടെങ്കിൽ എടുക്കരുത്, കൈ പൊള്ളാൻ നല്ല സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം എല്ലാ തക്കാളിയും ഒരു ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി അതൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഇനി ആ അടിച്ചത് ഒന്ന് തരിച്ചെടുക്കുക. തരിച്ചതിന് ശേഷം ആ പാത്രത്തിൽ തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 1.5 സ്പൂണോളം വേണ്ടി വരും പഞ്ചസാര. ഞാനിപ്പോൾ 1 സ്പൂണേ ഇട്ടിട്ടുള്ളൂ. ഇനി ടേസ്റ്റിന് അനുസരിച്ചൊക്കെ ഇടുക. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പഞ്ചസാര നന്നായിട്ട് അലിയണം. ഇനി നമുക്കതിലേക്ക് ഒരു കൈ ഉപ്പ്, ഒരു നുള്ളുപ്പ് എന്നൊക്കെ പറയും, കുറച്ച് ഉപ്പിടുക. ടേസ്റ്റിന് ഒരു ചെറിയൊരു ഇതിന് ഉപ്പിടുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇനി വേണ്ടത് ഫുള്ളാക്കി വെക്കരുത്. ഇനി ലോ മീഡിയയിൽ നന്നായിട്ട് ഇതാക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അത് ഹൈ മീഡിയയിലാണെങ്കിൽ നമ്മളെ സാധനം പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ വേഗം തീരാൻ സാധ്യതയുണ്ട്. ഇത് ലോ മീഡിയയിൽ വെല്ലെ ഇളക്കി കൊടുത്തതിന് ശേഷം നല്ല കുറുക്കിയെടുക്കുക. എന്നിട്ട് ഏകദേശം ആയി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇടുക. ഇട്ടാൽ മതി. ഇതിപ്പോൾ ആരും ഇടയില്ല തോന്നുന്നു. കുരുമുളക് പൊടി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഞാനിപ്പോൾ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. അത് നന്നായിട്ട് ഇളക്കുക. അത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം, ഇതിപ്പോൾ ആരും ഇടാറില്ല തോന്നുന്നു, ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. ഇതൊക്കെ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. നല്ല രീതിയിൽ തന്നെ ഇളക്കുക. അപ്പോൾ നമ്മളെ സാധനം ഏകദേശം റെഡി ആയിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ കുറുക്കി ഏകദേശം ഈ ഒരു പരുവത്തിലാക്കുക. നല്ല രീതിയിൽ തന്നെ ആ പാരുമ്പോൾ നല്ല കുറുകിയായിട്ടും കിട്ടും. എന്നിട്ട് ടേസ്റ്റൊക്കെ നോക്കുക, ഉപ്പും എന്തെങ്കിലുമൊക്കെ കുറവുണ്ടോ എന്നൊക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഇതുപോലെയുള്ള വീഡിയോസ് ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഗുഡ് ബൈ.